തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ പുഷപ്സ് ചെയ്യുന്ന ടൈമിൽ പല ആൾക്കാരും പറയാറുണ്ട്, അവർ പുഷപ്സ് ചെയ്യുമ്പോൾ ഏതോ ഒരു കൈയിലോട്ട് കൂടുതൽ സ്ട്രെങ്ത് വരുന്നു, അതായത് കൂടുതൽ വെയിറ്റ് ലോഡ് വരുന്നു, ഒരു കൈയിലോട്ട് കുറവ്, അല്ലെങ്കിൽ പുഷപ്സ് ചെയ്യുമ്പോൾ എന്തോ അവർക്കൊരു മസിൽ ബാലൻസ് ഉണ്ട്. അതായത് ആദ്യം തന്നെ അവർക്കൊരു മസിൽ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇടത്തെ ചെസ്റ്റ് സ്ട്രോങ്, വലത്തെ ചെസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഇടത്തെ ട്രൈസെപ്സ് സ്ട്രോങ്, വലത്തെ ട്രൈസെപ്സ് സ്ട്രോങ്, ഇടത്തെ ട്രൈസെപ്സ് വീക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു കൺഫ്യൂഷൻ ആണ്. വെറുതെ പുഷപ്സ് എടുത്തോണ്ടിരുന്ന അത് മാറത്തില്ല. അപ്പൊ ആ ഒരു മസിൽ ഇംബാലൻസ് മാറ്റാനുള്ള ഒരു വർക്കൗട്ടാണ്. അതായത് പുഷപ്സ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് രണ്ട് സൈഡും ഒരേപോലെ മസിൽ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ചില ആളുകൾക്ക് കൈയുടെ നീളത്തിന്റെ വ്യത്യാസം മതി. ഇപ്പൊ എന്റെ കൈ ഓക്കെ ഇതുപോലെയാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ കൈയുടെ നീളം, ചിലപ്പോൾ ഇടത്തെ കൈ കുറച്ച് നീളം, വലത്തെ കൈ കുറച്ച് നീളം കുറവ്, അല്ലെങ്കിൽ നേരെ തിരിച്ചാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പുഷപ്സ് ചെയ്യുമ്പോൾ ഇംബാലൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഇംബാലൻസ് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് വേറെ ഒന്നുമല്ല, 1 arm ഇൻക്ലൈൻ പുഷപ്സ് ആയി. അതായത് നമ്മൾ ഫ്ലാറ്റ് പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മൾ പുഷപ്സിന്റെ ചെസ്റ്റിന്റെ സെൻട്രൽ പാർട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇൻക്ലൈൻ പുഷപ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ലോവർ പാർട്ടിലോട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അതുപോലെ തന്നെ ഒട്ടും ആവശ്യം കാണിച്ചില്ല. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കാല് രണ്ടും കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ സെന്ററിൽ നിങ്ങളുടെ ഒരു കൈ വെക്കുക, ഒരു കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു കൈ ബാക്കിൽ വെച്ചിട്ട് ലോ ആയിട്ട് ഡൗൺ ചെയ്യുക, ചെസ്റ്റ് ടച്ച് ചെയ്തിട്ട് അപ്പ് ചെയ്യുക. അപ്പൊ ഇതൊരു 8 റെപ്പറ്റീഷൻ, 8 മുതൽ 12 വീതം ഒരു 3 മുതൽ 5 സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ 8 ചെയ്തു. ഇനി അടുത്ത കൈ. താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് എടുക്കുക, മുകളിലോട്ട് അപ്പ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് കാണുമ്പോൾ അല്ല, കുറച്ച് പാടാണ്. അപ്പൊ ഞാൻ ചെയ്തതാണ്. ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിലെ മസിൽ ഇംബാലൻസ് മാറ്റി രണ്ട് സൈഡ് ഒരുപോലെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ ബിഗിനറോ ഒക്കെ ആണെങ്കിൽ നെഗറ്റീവ് സൈഡ് ചെയ്യുക, പുഷ് ചെയ്യേണ്ട. നെഗറ്റീവ്, അതായത് കാല് ഇങ്ങനെ വെച്ചിട്ട് സ്ലോ ആയിട്ട് ഡൗൺ ചെയ്യുക. ഒരു 5 സെക്കൻഡ് കൗണ്ട് ചെയ്ത് ഡൗൺ ചെയ്യുക. 1 2 3 4 5. എന്നിട്ട് നോർമൽ ആയിട്ട് അപ്പ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ 1 2 3 4 5. ഇതുപോലെ നെഗറ്റീവ് ചെയ്യുക. നെഗറ്റീവ് ചെയ്ത് സ്ട്രെങ്ത് ആയ ശേഷം ഞാൻ ഈ പറഞ്ഞ 1 arm ഇൻക്ലൈൻ 1 arm പുഷപ്സ് ചെയ്യുക.